ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. എന്ത്? KJU സെക്രട്ടറി കളവ് പറഞ്ഞു കഴിഞ്ഞു, KJU സെക്രട്ടറി ഇതാ നുണ പറഞ്ഞു കളഞ്ഞു, എറണാകുളം ജില്ലയിലെ പാനായിക്കുളത്ത് വെച്ച് KJU സെക്രട്ടറി തോന്നിയാസം പറഞ്ഞു കളഞ്ഞു, ഇയാൾ ആ സീറ്റിലിരിക്കാൻ യോഗ്യനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ അലവി സഖാഫിയുടെ പ്രസംഗം കേട്ടപ്പോ തക്ബീർ ചൊല്ലിയ തക്ബീർ തൊഴിലാളികൾ ഉണ്ടല്ലോ, അത്തരം തക്ബീർ തൊഴിലാളികൾ, വിസ്ഡം വിഭാഗത്തിന്റെ തക്ബീർ തൊഴിലാളികൾ, വിസ്ഡം വിഭാഗത്തിന്റെ അടിമ തൊഴിലാളികൾ അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ? ഞാൻ പറഞ്ഞു, ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് ഇന്നല്ല എന്നും പറയും, മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല. എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട്. അതെവിടെ? ആ വാചകം എവിടെ എന്നാ ചോദിക്കുന്നത്. ആ വാചകം എവിടെ എന്ന് ജിന്നുവാദികൾ ചോദിക്കാനുള്ള കാരണം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇവരൊന്നും അങ്ങനെ പഠിച്ചു വന്നവരല്ല, ഒരാവേശത്തിൽ വിസ്ഡം വിഭാഗത്തിന്റെ കൂടെ കൂടിയവരാണ്. എന്താണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പ്രസ്ഥാനവും സുന്നികളും തമ്മിലുള്ള തർക്കം പഠിച്ചു വന്ന ഒരാളും ഈ ചോദ്യം ചോദിക്കില്ല. കാരണം എന്താ? മുജാഹിദുകൾ പറയുന്നു പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. എന്നും മുജാഹിദുകൾ അത് പറഞ്ഞു. അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതി. കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദ് എന്ന പുസ്തകം എഴുതി. ആ പുസ്തകം പുറത്തിറങ്ങി. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്നതിൽ സമർത്ഥിച്ചു. ഈ പുസ്തകം പുറത്തിറങ്ങി ആളുകൾ അത് കേട്ടു. ഏതുപോലെ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിർക്കിൽ ജീവിച്ചിരുന്ന സമൂഹത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എങ്ങനെ വെളിച്ചം കാണിച്ചോ, അതേപോലെ കേരളത്തിലെ മലയാളികളായ മുസ്ലിങ്ങൾക്ക് കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദ് എന്ന ഗ്രന്ഥം വെളിച്ചം കാണിച്ചു. സമസ്തയുടെ കൂടാരം ഇളകി. എന്ത് ചെയ്യണം? ആളുകൾ ഇതാ ഇത് വായിക്കുകയാണ്, ഖുർആൻ ആയത്തുകൾ അതിൽ നിന്ന് പഠിക്കുകയാണ്. എന്നിട്ട് ജനങ്ങൾ തൗഹീദിലേക്ക് പോവാൻ. ഇതുവരെ ചെയ്തത് ശിർക്കാണ് എന്നവർ തിരിച്ചറിയാൻ. അങ്ങനെ സമസ്ത എന്ത് ചെയ്തു? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാരെ ചുമതലപ്പെടുത്തി. എന്തിന്? ഈ പുസ്തകത്തിന് ഒരു മറുപടി എഴുതാൻ. അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിന്, അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിന് മറുപടി എഴുതാൻ സമസ്ത റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ ചുമതലപ്പെടുത്തി. അങ്ങനെ ചുമതലപ്പെടുത്തി അദ്ദേഹം എഴുതിയ പുസ്തകമാണിത് അൽ ഖൗലുസ് സദീദ്. അൽ ഖൗലുസ് സദീദ് ഫീ റദ്ദി തൗഹീദ്. തൗഹീദിനെ എതിർത്തുകൊണ്ട് എഴുതിയ പുസ്തകം അതിന്റെ പേര് തന്നെ. തൗഹീദിനെ എതിർത്തുകൊണ്ട് എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതുന്നത് നോക്കൂ. പിന്നീട് ഗ്രന്ഥകർത്താവ് പറയുന്നു, അതായത് അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദ് എന്നുള്ള പുസ്തകത്തിൽ പറയാൻ, അവർ ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഈ ഖുർആൻ വാക്യം ഒരു ശക്തിമത്തായ ഖണ്ഡനമാകുന്നു. ഇത് അബ്ദുൽ ഖാദർ മൗലവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാചകാൻ. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇട വന്നിട്ടില്ല. എന്താ സുന്നികൾ പറയുന്നത്? ഇപ്പൊ മാറിയിട്ടോ, ഇപ്പൊ സമസ്തക്കാർ മാറി. അത് നമുക്ക് വേറെ പറയാം. അന്ന് സമസ്തക്കാരെന്താ പറഞ്ഞത്? എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇട വന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. അത് കർത്താവിന്റെ സ്വപ്ന ദർശനമോ അല്ലെങ്കിൽ പിശാചിന്റെ പക്കൽ നിന്നുള്ള ഇൽഹാമോ ആയിരിക്കാനേ വഴിയുള്ളൂ. മുസ്ലിങ്ങളാവട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. മുസ്ലിങ്ങളൊക്കെ എന്തേ വിശ്വസിക്കുന്നത്? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. ആരാ പറഞ്ഞത്? സുന്നികൾ. ഇത് സുന്നികൾ പറഞ്ഞപ്പോ മുജാഹിദുകൾ പ്രബോധന പ്രവർത്തനം നിർത്തിയോ? നിങ്ങൾ അങ്ങനെയാ, എന്നാ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്താ പ്രശ്നം? ഇവര് പറയുന്നത് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ, സഹായാർത്ഥനയോ അത് അല്ലാത്തവരോട് നടത്താം, അത് പ്രാർത്ഥനയാകൂല. അവരോടാ നമ്മൾ പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നാണ്, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നാണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം. ഇത് ഇവർ പിന്നീട്